ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെൻ്റെ അമ്മച്ചിയാണ്. എൻ്റെ അമ്മയുടെ പേര് മെയ്സി എന്നാണ്. ആ കാണുന്ന വീടെന്ന് പറയുന്നത് എൻ്റെ അമ്മച്ചിക്ക് കിട്ടിയ വീടാണ് കേട്ടോ. അങ്കമാലി അയ്യമ്പുഴയിൽ ഞങ്ങൾക്ക് എന്താ പറയുക 5 സെൻറ്റ് സ്ഥലമുണ്ട് കേട്ടോ. അതെൻ്റെ അമ്മയുടെ പേരിലാണ്. പപ്പയുടെ പേരിൽ സ്ഥലമൊക്കെ ഉണ്ട്. മൊത്തത്തിൽ 25 സെൻറ്റ് സ്ഥലം വരുന്നുണ്ട്. അതിൽ പപ്പയ്ക്ക് ഓടിട്ട വീടുണ്ട്, പിന്നെ അമ്മച്ചിക്ക് 5 സെൻറ്റ് സ്ഥലവും അതിൽ വീടുണ്ട്. ബ്ലോക്ക് വഴി ഞങ്ങൾക്ക് 2 ലക്ഷത്തോളം കിട്ടിയായിരുന്നു. 2015 ആ ഒരു വീടിൻ്റെ പണി തുടങ്ങിയത്. അത് മാത്രമല്ല, എന്താ പറയുക, അമ്മച്ചിയുടെ സ്വർണ്ണമൊക്കെ വിറ്റിട്ടാണ് ആ ഒരു വീടിൻ്റെ പണി ഏകദേശം ആക്കിയെടുത്തത്. പിന്നെ ഈ ഒരു വീഡിയോ 2 കൊല്ലം മുമ്പെടുത്ത ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട് ഒരുപാട് നല്ല നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേ നല്ല നല്ല കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അയ്യമ്പുഴയിലൊക്കെ പോയപ്പോൾ കുറേ നെഗറ്റീവായിട്ട് ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അവിടുത്തെ അയ്യമ്പുഴ പ്രസിഡൻറ്റ്, അതുപോലെ അവിടുത്തെ ആൾക്കാർ. ഈ ഒരു സ്ക്രീൻഷോട്ടിൽ കാണുന്നത് എൻ്റെ അമ്മയുടെ പേരിൽ എന്നിട്ട് പ്ലാസ്റ്റിക്കിന് ഈ സേനയ്ക്ക് പൈസ അയച്ചു കൊടുക്കുന്നത് എൻ്റെ അമ്മയുടെ പേരിലാണ് വീഡിയോ സ്ഥലം വന്നിരിക്കുന്നത്. അപ്പോൾ വീടിൻ്റെ കെട്ടിട നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളത് ചെയ്തതാണ്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, വീഡിയോ എല്ലാവരും കാണുക. കുറേ കാര്യങ്ങൾ എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഈ ലോങ് വീഡിയോ മുഴുവനായിട്ട് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കുക. നിങ്ങളുടെ ഫാമിലി വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ 2500 സബ്സ്ക്രൈബ് ആവാറായിട്ടുണ്ട്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ സത്യസന്ധമായിട്ടാണ്. ഇനി ഇതിൽ വരുന്ന കമൻസിനനുസരിച്ചിട്ട് അടുത്ത വീഡിയോ ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ വാച്ച് വേസ് ആണെങ്കിൽ തന്നെ 4000 വാച്ച് വേസ് ആയിക്കഴിഞ്ഞാൽ മാത്രമാണ് എനിക്ക് എൻ്റെ ചാനൽ മോണിറ്റൈസ് ആക്കി എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ എന്താ പറയുക, 400 വാച്ച് വേസ് ആകുമ്പോഴേക്കും വാച്ച് വേസ് കുറവാണ്. നിങ്ങൾക്ക് ഇതിൽ തന്നെ അറിയാൻ പറ്റിയത് എൻ്റെ YT സ്റ്റുഡിയോ അഥവാ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയി നോക്കിയപ്പോൾ കണ്ട കാര്യങ്ങളാണ് കേട്ടോ. അവിടെ ഉള്ള കാര്യങ്ങളാണ്. സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ടൊരു കാര്യമില്ല. കാഴ്ചക്കാർ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം, ഷോർട്ട് വീഡിയോസ് കാണണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതൊക്കെ ചെയ്ത് അപ്പോഴാണ് യൂട്യൂബിൽ മനസ്സിലാവും ഇവർ കൃത്യമായിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അവർ പിന്നെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു ചാനൽ ഇഷ്ടമാണ്. അപ്പോൾ യൂട്യൂബ് മറ്റുള്ളവരിലേക്ക് റെക്കമെൻഡേഷൻ ചെയ്യത്തേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ലോങ് വീഡിയോസ് കാണുന്ന ആൾക്കാർ ദയവ് ചെയ്ത് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ പേര് നിതിൻ എന്നാണ്. ഞാൻ ഇപ്പോൾ 16 വയസ്സ്. 2 കൊല്ലം മുമ്പ് ഉള്ള വീഡിയോ ആണ് ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്തത്. അതിൻ്റെ സൗണ്ട് ഞാൻ കൊടുത്തിട്ടില്ല. ഇപ്പോൾ അതിൻ്റെ തന്നെ ഫുൾ വീഡിയോ ഞാൻ അടുത്ത തവണ കാണിക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാം. അതിൽ വ്യക്തമായിട്ട് ആ ഒരു വീഡിയോ ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെന്ന് പറയുന്നത് എനിക്ക് എൻ്റെ അയ്യമ്പുഴ വീട്ടിൽ പോയി നിൽക്കണം. എനിക്ക് എൻ്റെ അമ്മച്ചിക്കും ആ ഒരു വീട്ടിൽ പോയി നിൽക്കണം. അതെൻ്റെ ഒരു ആഗ്രഹമാണ്. പിന്നെ ഞങ്ങൾ എന്താ പറയുക, അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചു എൻ്റെ അമ്മച്ചി എന്ത് ചെയ്യുന്നൊക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ സത്യാവസ്ഥ പറയാൻ കേട്ടോ. ഇത് അമ്മച്ചുള്ള സമയത്ത് ഞാൻ ചെയ്ത വീഡിയോ ആണ് കേട്ടോ. കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. എന്താണ് എൻ്റെ അമ്മ എൻ്റെ വീഡിയോസ് ഇത് വരാത്ത, ലൈവ് എന്താ ചെയ്യാത്ത, അതുപോലെ തന്നെ എന്താ വീഡിയോസ് എന്താ ചെയ്യാത്ത, ലൈവ് എന്താ ചെയ്യാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മേനെ കാണുന്നില്ല, അമ്മേനെ വെച്ച് വീഡിയോസ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ സത്യാവസ്ഥ ഞാൻ നിങ്ങളോട് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെയെന്ന് പറയുന്നത് എൻ്റെ അമ്മയോടൊപ്പം ഉള്ള സമയത്തുള്ള വീഡിയോസ് ഇഷ്ടം പോലെ ഞാൻ അതായത് എൻ്റെ യൂട്യൂബിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, എൻ്റെ അമ്മേനെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഞങ്ങൾ ഒരുപാട് പുതുമട്ടി കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ കുറച്ചും കൂടി കാര്യങ്ങളുണ്ട് ഈ ഒരു വീഡിയോ. നേരത്തെ വീഡിയോയുടെ, അതായത് 2 വർഷം മുന്നത്തെ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ അടുത്ത ഇതിൽ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ തന്നെ ഒരു എപ്പിസോഡിൻ്റെ തുടർച്ച തന്നെ ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ എനിക്കറിയുന്ന രീതിയിലാണ് ഞാൻ വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നത്. പിന്നെ ആൾക്കാരെ ബോധിപ്പിക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ല. എനിക്ക് എൻ്റെ സത്യാവസ്ഥകൾ നിങ്ങളോട് അറിയിക്കണമെന്ന് തോന്നി. ഇതാണ് അൻഷവേൾഡ് വില്ലേജ് മീഡിയ യൂട്യൂബ് ചാനൽ. ഈ യൂട്യൂബ് ചാനലിലത്തെ ചേച്ചീനെ ഞാൻ വിളിച്ച സമയത്ത് ആ ചേച്ചീനെ സഹായിക്കാൻ വന്നു.
പിന്നെ അവർ ആ ഒരു വീഡിയോ എടുത്ത് അതെനിക്ക് വളരെ സഹായമായി. കുറേ ആൾക്കാർ, അറിയാത്ത ആൾക്കാർക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് മനസ്സിലായി. അപ്പോൾ ആ ഒരു വീഡിയോ ഇപ്പോഴും അവിടെ ഉണ്ട്, നിങ്ങൾക്കത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. ഓക്കെ. അയ്യമ്പഴയിലായിരുന്നു, അവിടെയായിരുന്നു ഞങ്ങൾ താമസിച്ചത്. പിന്നെ ഞങ്ങൾക്ക് അവിടെ വീട്ടിൽ ഒച്ചപ്പാടും തള്ളും വഴക്കും കാരണം കൊണ്ട് ഞാനെൻ്റെ അമ്മച്ചി ആദ്യം തന്നെ ശാന്തിഭവൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി. 2018 വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്താണ് ഇങ്ങനെ ഞങ്ങളുടെ വീട്ടിലിങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. മെയിനായിട്ട് എൻ്റെ അമ്മച്ചി എനിക്ക് ആ സമയത്ത് എനിക്ക് എന്താ പറയുക, ചെറിയ രീതിയിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു ഇതായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒന്നും അറിയത്തില്ല. അപ്പോൾ അമ്മച്ചി എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടാക്കാൻ, ഈ മഠത്തിൽ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ചേച്ചിനും ചേട്ടനൊക്കെ എന്താ പറയുക, എൻ്റെ പപ്പയുടെ അമ്മയും പേപ്പനും ഒക്കെ കൊണ്ടുപോയിട്ട് നിർത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പോയി ഈ വീട്ടിൽ വെച്ചിട്ടായിരുന്നു എൻ്റെ അമ്മച്ചിനെ ആ സമയത്ത് തല്ലിയത്. ഇതെൻ്റെ അമ്മച്ചിയുടെ പേരിലായിരുന്നു വീട് വന്നിരിക്കുന്നത്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു വീട് എൻ്റെ അമ്മച്ചിയുടെ പേരിലേക്ക് ആക്കിയത്. സ്ഥലം മാത്രമേ അമ്മച്ചിക്കുള്ളൂ. ഇപ്പോൾ ഈ ഒരു വീടിൻ്റെ പേരും പറഞ്ഞിട്ട് ഇപ്പോഴും തർക്കങ്ങളും കാര്യങ്ങളാണ്. പിന്നെ ഈ കാണുന്ന വീട്, അതായത് ഈ ഓടിട്ട വീട് പറയുന്നത് വാടക വീടാണ്. ചാലക്കുടിയിൽ ഉള്ള വീടാണ്. അല്ലാതെ ഇത് നിങ്ങൾ ചില ആൾക്കാർ തെറ്റിദ്ധരിക്കും ഇത് ഞങ്ങളുടെ സ്വന്തം വീടാണെന്ന് വിചാരിക്കും. അല്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അമ്മച്ചി ശാന്തിഭവനിലായിരുന്ന സമയത്ത് എന്നെ നോക്കിയത് പപ്പയുടെ വീട്ടുകാരായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ചേച്ചി അളയനെ നോക്കിയായിരുന്നു. പിന്നെ അമ്മച്ചി ആ സമയത്ത് പിന്നെ 2020 ആ ടൈമിലാണ് ഞാൻ എൻ്റെ അമ്മച്ചിനെ കണ്ടത്. അമ്മച്ചി ആ സമയത്ത് ശാന്തിഭവനിലായിരുന്നു എന്ന് പിന്നെ അറിഞ്ഞതൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ കാര്യങ്ങൾ ഞാൻ ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ പറ്റില്ല. ഇതിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ കോടതിയിൽ പപ്പയുടെ പേരിൽ കേസും കാര്യങ്ങളും നടക്കുകയാണ്. ഞങ്ങളുടെ വിധി ഞങ്ങൾക്ക് അനുകൂലമായിട്ട് കോടതിയിൽ വന്നിട്ടില്ല. പപ്പ വന്നിട്ടുണ്ട്, പക്ഷേ എല്ലാ ഡീറ്റെയിൽസ് തന്നെ ഇതിൽ തന്നെ പറയുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ വീട്, ഞങ്ങൾക്ക് അവകാശപ്പെട്ട വീടാണ് കേട്ടോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ നേരത്തെ കണ്ടൊരു വീഡിയോ ഇല്ല, അതായത് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ചെയ്തൊരു വീഡിയോ. അതിൽ 2 കൊല്ലം മുമ്പത്തെ ഒരു വീഡിയോ ആണത്. അപ്പോൾ അത് ഞാൻ എൻ്റെ അമ്മച്ചി വാടകയ്ക്ക് താമസിച്ച സമയത്ത് അമ്മച്ചി ജോലിക്ക് പോകുന്ന കാര്യങ്ങളും ആ സമയത്ത് എനിക്കുള്ള സംഭവിച്ച കാര്യങ്ങളും അതുപോലെ തന്നെ ഞാൻ എങ്ങനെയാണ് ഒറ്റയ്ക്കായത്, വാടകയ്ക്ക് എങ്ങനെ താമസിച്ചത്, അങ്ങനെ ഡീറ്റെയിലായിട്ട് പറഞ്ഞിട്ടാണ് ഒരു വീഡിയോ അൻഷവേലിൻ്റെ വില്ലേജ് മീഡിയ യൂട്യൂബ് ചാനലിൽ ചെയ്തത്. അത് 11 ലക്ഷത്തോളം ആൾക്കാർ കണ്ടു. യൂട്യൂബിലാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ലഭിച്ചത്. കുറേ നല്ല കമൻറ്റ്സ് വന്നു. കുറേ ആൾക്കാർ വിളിച്ചാണ് സപ്പോർട്ട് ചെയ്ത്, കുറേ ആൾക്കാരെ സഹായിച്ചു. നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല, എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സഹായിച്ചു. ഇപ്പോൾ എന്ന് പറയുന്നത് എൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ എനിക്ക് പോയി താമസം. അത് നന്നാ ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ തുടർന്ന് ഞാൻ പഞ്ചായത്തിലൊക്കെ പോയി. അപ്പോൾ അന്ന് മുമ്പുണ്ടായ പഞ്ചായത്ത് പ്രസിഡൻറ്റ് ആരോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ ചെയ്ത് തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളും എൻ്റെ പേരെയും ഒക്കെ പറഞ്ഞാൽ നീ എന്താ മദ്യം കുടിക്കാറുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ച് ബാക്കിയുള്ളവനെ കളിയാക്കണ പോലെ ആയിരുന്നു സംസാരം. അതായത് പപ്പാനെ സപ്പോർട്ട് ചെയ്തിട്ടായിരുന്നു. കാരണം നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തത് എൻ്റെ കാര്യങ്ങൾക്ക് എൻ്റെ വീട്ടിൽ നിൽക്കണമെന്ന് പറഞ്ഞിട്ടായിരുന്നു വീഡിയോ. അതല്ലാതെ പഞ്ചായത്തിലുള്ള ആരും നമ്മൾ കുറ്റം പറഞ്ഞിട്ട് ഒന്നും നമ്മൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. ആ ഒരു വീഡിയോയിൽ കൂടുതലും പറഞ്ഞത് എൻ്റെ കാര്യങ്ങൾ, അതുപോലെ എൻ്റെ അവസ്ഥകൾ, അതുപോലെ എൻ്റെ അമ്മയുടെ പേരുള്ള വീടിൻ്റെ കാര്യം. അങ്കമാലി അയ്മ്പൊഴിയിൽ എൻ്റെ അമ്മച്ചിയുടെ പേരിൽ 5 സെൻറ്റ് സ്ഥലം വീടുണ്ട്. അതാണ് നമ്മൾ ആ ഒരു വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ
കോടതിയിൽ അതിൻ്റെ കേസ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ആ വീട്ടിൽ താമസിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഓർഡറും കാര്യങ്ങളൊക്കെ വന്നു ഓണർഷിപ്പ്. പക്ഷേ കോടതിയിൽ നിന്ന് കുറച്ചും കൂടി കാര്യങ്ങൾ കിട്ടാനുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാം. അതുപോലെ തന്നെ കോടതിയിൽ ഇപ്പോൾ എന്താ പറയുക, ഇങ്ങനെ കോടതിയിൽ വന്നിട്ട് കേസിൻ്റെ കാര്യങ്ങളൊക്കെ പോകാറുണ്ട്. അപ്പോൾ അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ശല്യം ചെയ്യില്ല, അവർ വീട്ടിൽ നിന്നോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പിന്നെ പറഞ്ഞിട്ടുള്ളത് എൻ്റെ അമ്മച്ചി അത് പീഡന കേസാണ് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളുടെ അത് അമ്മയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ എൻ്റെ കാര്യം അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. കാരണം എൻ്റെ കാര്യം കേസിൽ വക്കീൽ കൊടുത്തിട്ടുണ്ടായില്ല. എന്താണെന്ന് എനിക്കറിയത്തില്ല. എനിക്കുള്ള അവകാശം അവർ തന്നിട്ടില്ല. പിന്നെ എൻ്റെ അമ്മച്ചിക്ക് 2000 രൂപ വെച്ചിട്ട് മാസം, അതായത് 2026 മാർച്ച് 5-ാം തീയതി മുതൽ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും തന്നിട്ടില്ല. പറയുന്നു ഓർഡർ കോടതിയിൽ നിന്ന് ഓർഡർ വന്നിട്ടില്ല. ഈ കോടതിയിലത്തെ കാര്യം എന്ന് പറയുന്നത് കോടതിയിൽ ഡയറക്റ്റ് പോയി അത് കഴിഞ്ഞിട്ട് ചർച്ച ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. ഒരു മാഡം പറഞ്ഞു നമുക്ക് ചർച്ച ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്ത് അവർക്ക് കേസ് സോൾവ് ചെയ്തു. പിന്നെ എന്ന് പറയുന്നത് സോൾവ് ചെയ്തിട്ടില്ല, സോൾവ് ആക്കുകയാണ്. ഇപ്പോൾ അവസാന ഘട്ടങ്ങളാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എനിക്ക് എൻ്റെ ഒരാഗ്രഹം അങ്കമാല ഇങ്ങനെയിട്ട് ഞങ്ങളുടെ വീട്ടിൽ താമസിക്കണം. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ചെയ്തിട്ട് അതിൽ നിന്നൊരു ചെറിയൊരു വരുമാനം കിട്ടി എൻ്റെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നു. ഇപ്പോൾ ഞാൻ ആ വീട്ടിൽ താമസിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും എനിക്ക് എൻ്റേതായിട്ടുള്ള രീതിയിൽ എനിക്ക് യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ യൂട്യൂബിൽ നിന്ന് ചെറിയൊരു വരുമാനം നമുക്ക് ആരോടും കൈ നീട്ടാൻ നമുക്ക് നമ്മുടെ വീഡിയോസും കാര്യങ്ങളും ചെയ്ത് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ചെയ്ത് ജീവിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ എൻ്റെ കാര്യം എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ എനിക്ക് നിൽക്കണം. അതെൻ്റെ അവകാശപ്പെട്ട വീടാണ്, എൻ്റെ അമ്മയുടെ പേരിലാണ്. പിന്നെ എൻ്റെ ചേട്ടൻ എന്ന് പറയുന്നത്, ആ ചേട്ടൻ ജോലിക്ക് പോകും, അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യും. അവൻ ആ വീട്ടിലാണ്. എറണാകുളത്ത് ഇങ്ങനെ കാര്യം നിൽക്കാൻ ഒരു സഹായം ചെയ്ത് തരത്തില്ല. എനിക്ക് എന്നെ ഒരാൾ സഹായിക്കാമെന്ന് പറഞ്ഞതായിരുന്നു. ആ ചേച്ചി എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് ഡീറ്റെയിൽസ് കുറേ കാര്യങ്ങൾ അറിയണം, അപ്പം നിൻ്റെ ചേട്ടനോ ചേച്ചിയുടെ നമ്പർ തരാം. അപ്പം ഞാൻ എൻ്റെ ചേട്ടൻ്റെ നമ്പർ കൊടുത്തു. എൻ്റെ ചേട്ടൻ്റെ നമ്പർ കൊടുത്തിട്ട് അവൻ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ പറഞ്ഞു. അവൻ കുട്ടിക്കാലത്തോട്ട് ഹോസ്റ്റലിലൊക്കെ നിന്നത്. പക്ഷേ എന്താ പറയുക, എൻ്റെ അമ്മച്ചി എന്നെ നോക്കുന്നത് അവന് കുശുമ്പ്, അതായത് അവന് കിട്ടാത്ത കാര്യങ്ങൾ എനിക്ക് കിട്ടിയപ്പോൾ അതിനൊരു കുശുമ്പും കാര്യങ്ങളൊക്കെ അവന് വന്നു. എനിക്ക് ഫോൺ വാങ്ങി തന്നത് അങ്ങനെ കുറേ. എൻ്റെ സത്യാവസ്ഥ ഞാൻ പറയാമല്ലോ. ഞാൻ 7-ാം മാസമാണ് ജനിച്ചത്. ശരിക്കും ഞാൻ മരിച്ചു പോകേണ്ട ഒരാളാണ്. എൻ്റെ ഒരു ദൈവത്തിൻ്റെ കൃപയിലാണ് ഞാൻ നിങ്ങളായിട്ട് സംസാരിക്കുന്നത്, മനസ്സിലായോ? അതിന് എൻ്റെ ഹോസ്പിറ്റലിലത്തെ രേഖകളും എല്ലാം നിങ്ങൾക്ക് ഞാൻ കാണിക്കാം. എനിക്ക് ഒരു കുഴപ്പമില്ല, അത്രയ്ക്കാണ്. അതാണ് ആ ഒരു വീഡിയോയിൽ വ്യക്തമായിട്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞത്, മനസ്സിലായോ? കാരണം എനിക്ക് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ വീട്ടിൽ നിൽക്കാനാണ്. പിന്നെ ഞാൻ നിങ്ങളോട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറേ കുറേ കാര്യങ്ങൾ ആ ഒരു വീഡിയോനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്തുകൊണ്ടാണ് ഇപ്പോൾ വീട്ടിൽ നിൽക്കാൻ പറ്റുക, വീടിൻ്റെ പണി പൂർത്തീകരിക്കാൻ പറ്റാഞ്ഞിട്ടാണ്. ഞാൻ കുറച്ചും കൂടി പറയാം കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.